ഒന്ന് വിവാഹം ചെയ്യണം, അതിനായിട്ട് ഒരു ബോയ് ഫ്രണ്ടിനോ ഗേൾ ഫ്രണ്ടിനോ സെറ്റ് ആക്കണം എന്നൊക്കെ തോന്നുമ്പോൾ എളുപ്പം ഇന്നത്തെ കാലത്ത് അതിനായിട്ടുള്ള മാർഗം ഒരു ഡേറ്റിംഗ് ആപ്പിൽ അക്കൗണ്ട് തുടങ്ങി അതുവഴി ഒരാളെ കണ്ടെത്തുക എന്നതാണ്. പക്ഷെ അതുവഴി കണ്ടെത്തുമ്പോൾ അത് പുലിവാലായാലോ, അയച്ചിട്ട് ഇറക്കാനും വയ്യ, മധുരച്ചിട്ട് തുപ്പാനും വയ്യ എന്നൊരു അവസ്ഥയിലേക്ക് ഈ ഡേറ്റിംഗ് ആപ്പ് നിങ്ങളെ കൊണ്ടുപോയാലോ? എന്താണ് അവിടെ നടന്നത്, ആരൊക്കെയാണ് അതിൽപ്പെട്ട് രസകരമായ കാര്യങ്ങളിലൂടെ കടന്നുപോയത് എന്നതറിയാനായി 2020 റിലീസായ ഷാനായി മാരേജ് ഹണി അഥവാ ഇൻ ഹൗസ് മാരേജ് ഹണി എന്ന കഥയാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുന്നേ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. കഥ തുടങ്ങുന്നത് മനോഹരമായ ഒരു വിവാഹം കാണിച്ചുകൊണ്ടാണ്. നമുക്ക് അവർക്ക് ഹാപ്പി മാരീഡ് ലൈഫ് വിഷ് ചെയ്യാം അല്ലേ? പക്ഷെ ആരാണിവർ, എങ്ങനെ ഇവർ കണ്ടുമുട്ടി വിവാഹിതരായി എന്നതൊക്കെ അറിയണ്ടേ? അതിനായി ഫ്ലാഷ് ബാക്കിലേക്ക് ഈ കാണുന്നതാണ് നമ്മുടെ കഥാനായികയായ ഹറുട്ട അമി. അവളെ നമുക്ക് അമി എന്ന് സ്നേഹത്തോടെ വിളിക്കാം. അമിക്ക് ഒരു 5-6 വർഷമായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. അവൾ പ്രാണന്റെ പ്രാണനായി കൊണ്ട് നടന്ന ആ ഒരു റിലേഷൻഷിപ്പ് സത്യം പറഞ്ഞ ഒരു തട്ടിപ്പായിരുന്നു. അവന് തന്നെ വലിയ കാര്യമായിട്ട് ഒരു ഇഷ്ടമില്ല, തന്നെ പറ്റിക്കായിരുന്നു എന്ന് മനസ്സിലാക്കുന്ന അവൾ ആകെ തകർന്നു പോയി. പിന്നീട് അവന്റെ ഓർമ്മകളിൽ നിന്ന് രക്ഷപ്പെടാനായി എന്താണ് വഴിയെന്ന് അവൾ ആലോചിച്ച് നടന്നു. കാരണം 5 വർഷമായിട്ട് മനസ്സിലാ ഒരു മുഖമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെയാണ് അവൾ ഡേറ്റിംഗ് ആപ്പുകളിലേക്ക് എത്തുന്നത്. അതുവഴി പുതിയ പയ്യന്മാരെ പരിചയപ്പെട്ട് വേറൊരു റിലേഷനിലേക്ക് കടന്നാൽ തനിക്കിത് മറക്കാൻ എളുപ്പമായിരിക്കുമെന്ന് അവൾ കരുതി. അങ്ങനെ ആപ്പിലൂടെ സ്ക്രോൾ ചെയ്യുന്ന സമയത്താണ് അവളുടെ കണ്ണിൽ പെട്ടെന്ന് ഒരു പ്രൊഫൈല് ഉടക്കുന്നത്. ആ ഒരു പ്രൊഫൈലിന്റെ ഉടമ ഇട്ടിരുന്നത് അയാൾക്ക് പെട്ടെന്ന് വിവാഹം കഴിക്കണം എന്നതാണ്. ആ പയ്യന്റെ പേരാകട്ടെ മുറ എന്നുമാണ്. മുറ ഇട്ടിരുന്ന ആ ഒരു കാര്യം അമിയെ വല്ലാതെ സ്ട്രൈക്ക് ചെയ്യുന്നു. 5 വർഷം പ്രേമിച്ചിട്ടും പറ്റി. അപ്പൊ ഇനി അങ്ങനെ അറിഞ്ഞ് റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോയാലും അത് സക്സസ് ആവുന്നുള്ള ഒരു വിശ്വാസം അവളുടെ മുന്നിൽ നിന്ന് പോയത് കൊണ്ട് തന്നെ ആദ്യം തന്നെ മാരേജ്, അതിനുശേഷം പ്രണയം, അതായിരിക്കും സേഫ് എന്ന് അവൾക്ക് തോന്നുന്നുണ്ട്. കാരണം അവളുടെ മുൻകാല അനുഭവം അങ്ങനെയാണല്ലോ. അതുകൊണ്ട് തന്നെ അവൾ ആ പ്രൊഫൈലുമായി ഒന്ന് മാച്ച് ചെയ്യാനായി തീരുമാനിക്കുന്നു. അങ്ങനെ അവൾ താല്പര്യം അറിയിച്ച ശേഷം കാര്യങ്ങളെല്ലാം ഷടപടേ എന്ന് നടന്നു. അതായത് വിവാഹത്തിന്റെ അന്നാണ് സത്യം പറഞ്ഞാൽ ഇവർ രണ്ടുപേരും നേരിട്ട് കണ്ടതെന്ന് പറയാം. അതുവരെയുള്ള കാര്യങ്ങളൊക്കെ ഓൺലൈൻ ചാറ്റിങ്ങിലൂടെ നടന്നതാണ്. രണ്ടുപേർക്കും ഈ ഒരു വിവാഹം പെട്ടെന്ന് തന്നെ വേണം. അമ്മിക്ക് അവളുടെ പ്രണയ നൈരാശ്യത്തിൽ നിന്ന് രക്ഷപ്പെടാനും മുറയ്ക്ക് എന്തോ ഒരു കാര്യം കൊണ്ട് പെട്ടെന്ന് വിവാഹം കഴിക്കാനും. അങ്ങനെ വിവാഹ ദിവസം കണ്ടുമുട്ടുന്നവർ അങ്ങനെ അന്ന് വിവാഹിതരാവുന്നു. അതാണ് നമ്മൾ കഥയുടെ തുടക്കത്തിൽ കണ്ടത്. തുടർന്ന് വിവാഹത്തിന്റെ ചടങ്ങുകളൊക്കെ പൂർത്തിയായി അവർ ആ ഒരു ജീവിതത്തിലേക്ക് കടക്കുന്നു. മുറ വാങ്ങിയിരിക്കുന്ന പുതിയ വീട്ടിലേക്കാണ് രണ്ടുപേരും താമസത്തിന് ചെല്ലുന്നത്. ഇവർ പരസ്പരം ഒന്നും മനസ്സിലാക്കാതെ ആദ്യമേ വിവാഹത്തിലേക്ക് വന്നതുകൊണ്ട് പരസ്പരം മനസ്സിലാക്കിയ ശേഷം ഒരു ഹസ്ബൻഡ് വൈഫ് റിലേഷൻ സ്റ്റാർട്ട് ചെയ്യാം എന്ന അണ്ടർസ്റ്റാൻഡിംഗിലാണ് അവർ. അങ്ങനെ 2 മുറികളിലായി അവർ താമസം തുടങ്ങുന്നു. വളരെ ജെന്റിലായിട്ടാണ് മുറ ഏമിയോട് സംസാരിക്കുന്നത്. അവളെ വളരെ കാര്യമായി നോക്കുന്നു. ഒരു രീതിയിലും അവളെ ബുദ്ധിമുട്ടിക്കുന്നില്ല. ഇവൻ ഫുഡ് പോലും അവനാണ് അവന്റെ കാര്യങ്ങളെല്ലാം ഡീൽ ചെയ്ത് കൊണ്ടുപോകുന്നത്. അവൾക്കും കൂടി വേണമെങ്കിൽ എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പുള്ളിക്കാരൻ തയ്യാറാണ്. അങ്ങനെ രണ്ടുപേർക്കും ജോലി ഉള്ളത് കൊണ്ട് അവരും ജോലിക്ക് പോയി തുടങ്ങുന്നു. ഏമി അവളുടെ ഓഫീസിലേക്ക് എത്തി ഈ ഒരു വിവാഹത്തെ പറ്റി സംസാരിക്കുന്നില്ല. എടുപിടി എന്നുള്ള വിവാഹമായിരുന്നു. അതൊരു രഹസ്യ വിവാഹവുമായിരുന്നു. ആരെയും അറിയിച്ചിട്ടോ പറഞ്ഞിട്ടോ ഉണ്ടായിരുന്നില്ല. ഏമിക്ക് ഇങ്ങനെ ബ്രേക്കപ്പ് ആയതുപോലും ഇവർക്ക് ആർക്കും അറിയില്ല. ഏമിക്ക് ഒരു ബോയ് ഫ്രണ്ട് ഉണ്ട്. അവനെ അധികം വൈകാതെ അവൾ കല്യാണം കഴിക്കും എന്നത് മാത്രമാണ് അവരുടെ ധാരണ. അങ്ങനെ അന്ന് വൈകിട്ട് ഷോപ്പിങ്ങിന് പോകുന്ന അവൾ അപ്രതീക്ഷിതമായി അവളുടെ എക്സിനെ കാണുന്നു. അവനാകട്ടെ ഒന്നും സംഭവിക്കാത്ത രീതിയിൽ ഇവളുടെ അടുത്ത് വന്ന് തോളിൽ കൈയൊക്കെ വെച്ച് സംസാരിക്കാനായി തുടങ്ങുമ്പോൾ അവളൊന്ന് പതറുന്നുണ്ട്. പക്ഷെ അപ്പോഴേക്കും അവിടെ എത്തുന്ന മുറ അവന്റെ കൈ തട്ടിമാറ്റി അവൾ തന്റെ വൈഫാണെന്നും അവനെ പോലെ ഒരു തേപ്പുകാരൻ അവളുടെ മുന്നിൽ പോലും ഇനി വന്ന് നിൽക്കാൻ പാടില്ലെന്നും തക്ക മറുപടി കൊടുക്കുമ്പോൾ അത് ഏമിക്ക് ഭയങ്കര സന്തോഷമാവുന്നു. അവൾ സുരക്ഷിതമായ കൈകളിലാണ് വന്ന് നിൽക്കുന്നത് എന്ന ഒരു സന്തോഷത്തിന്റെ പുറത്ത് അന്ന് വളരെ ഹാപ്പിയായി അവൾ കുക്ക് ചെയ്യാനൊക്കെ തുടങ്ങുമ്പോൾ നീ കുക്ക് ചെയ്തൊന്നും കഷ്ടപ്പെടേണ്ട, ഫുഡൊക്കെ ഞാൻ വാങ്ങിച്ചോണ്ട് വന്നിട്ടുണ്ടെന്ന് മുറ പറയുന്നു. അവളെ ഒരു രീതിയിലും ബുദ്ധിമുട്ടിക്കാൻ അവൻ തയ്യാറല്ല. വളരെ കെയറോടുകൂടി അവൻ അങ്ങനെ അവളെ വളരെ കെയർ ആയിട്ടാണ് അവർ ആ വീട്ടിൽ താമസിക്കുന്നത്. അങ്ങനെ കാര്യങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകുമ്പോഴാണ് ഒരു ഞെട്ടിക്കുന്ന സത്യം ജോലിക്ക് പോകാനായി ലിഫ്റ്റിൽ നിൽക്കുമ്പോൾ രണ്ടുപേരും അറിയുന്നത്. മറ്റൊന്നുമല്ല, അവർ രണ്ടുപേരും ഒരേ കമ്പനിയുടെ സ്റ്റാഫ്സ് ആണ്. ഒരേ കമ്പനി ബിൽഡിങ്ങിന്റെ 2 ഡിപ്പാർട്ട്മെന്റ്സ്. പറഞ്ഞു വരുമ്പോൾ മുറ ഏമിയുടെ ബോസ് ആയിട്ട് വരും. പക്ഷെ കണ്ടിട്ടില്ല, 2 ഡിപ്പാർട്ട്മെന്റുകളിലായി 2 നിലകളിലായിട്ടാണ് ഇവർ വർക്ക് ചെയ്യുന്നത്. ഇന്നാണ് അവർ ഈ ഒരു സത്യം മനസ്സിലാക്കിയത്. തങ്ങൾ വിവാഹിതരാണ് എന്നത് ഇതുവരെ ആരോടും പറയാത്ത സ്ഥിതിക്ക് ഇനിയും അതങ്ങനെ തന്നെ പോട്ടെ, നമ്മൾ വിവാഹിതരാണെന്നത് ആരും അറിയണ്ട എന്നൊരു തീരുമാനത്തിൽ അവർ ജോലി സ്ഥലത്തും അപരിചിതരെ പോലെ നിൽക്കുന്നു. അങ്ങനെ ദിവസങ്ങൾ മുന്നോട്ട് പോകെ ഏമിക്ക് മുറയോടുള്ള ഇഷ്ടം കൂടി വരാണ്. തന്റെ ടേപ്പുകാരൻ ബോയ് ഫ്രണ്ടിനെ പോലെയല്ല, പുള്ളിക്കാരൻ എത്ര കെയർ ആയിട്ടാണ് തന്നെ നോക്കുന്നത് എന്നൊക്കെയാണ് അവൾക്ക് മുറയെ പറ്റിയുള്ള ചിന്തകൾ. അതുകൊണ്ട് തന്നെ ജോലി സ്ഥലത്തും വീട്ടിലും ഒരുപോലെ അവനെ വായി നോക്കിയിരിക്കുന്നത് ഒരു പതിവാക്കി അവൾ എടുക്കുന്നു. വീട്ടിൽ കുഴപ്പമില്ല, ജോലി സ്ഥലത്ത് ഇവള് വേറൊരു ഡിപ്പാർട്ട്മെന്റിന്റെ പരിസരത്തൂടെ ചുറ്റിക്കറങ്ങി നടന്നാണല്ലോ മുറയെ നോക്കുന്നത്. മുറയാണെങ്കിൽ ആ ഒരു ഡിപ്പാർട്ട്മെന്റിലെ ഒരു എലിജിബിൾ ബാച്ചിലർ ആണ് മറ്റുള്ളവരുടെ കണ്ണി. അതുകൊണ്ട് തന്നെ ആ ഡിപ്പാർട്ട്മെന്റിലെ അവിവാഹിതരായ പെൺകുട്ടികൾ മുറയെ ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ട്. അതൊക്കെ കാണുമ്പോൾ നല്ല അസൂയ ഏമിക്കും വരുന്നു. അവൾ ഇങ്ങനെ തന്നെ പിന്തുടർ
തുടർന്ന് ഡിപ്പാർട്ട്മെന്റിന്റെ വെളിയിലൊക്കെ കറങ്ങി നടക്കുന്നത് ശ്രദ്ധിക്കുന്ന മുറ അവളെ മാറ്റി നിർത്തി ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ ആളുകൾക്ക് പെട്ടെന്ന് സംശയം തോന്നുമെന്നും അതുകൊണ്ട് കെയർഫുൾ ആയിട്ടിരിക്കണമെന്നും പറയുമ്പോൾ അവൾക്ക് ഇത്തിരി സൗന്ദര്യപ്പിണക്കം അതിന്റെ പേരിൽ ഇല്ലാതില്ല. എന്തായാലും ഇവർ രണ്ടുപേരും പരസ്പരം ഉള്ളിൽ ഇഷ്ടം കൊണ്ട് നടക്കുന്നു. പക്ഷെ അത് തുറന്ന് പറയാൻ ഒരു റിലേഷൻ അങ്ങനെ പബ്ലിക്കായി അനൗൺസ് ചെയ്യാൻ എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ, ഒരു സ്റ്റാർട്ടിംഗ് ട്രബിൾ ഉള്ളതുപോലെ. വീട്ടിലും ഇവൾ അവനെ തന്നെ അവൻ ജോലി ചെയ്യുമ്പോൾ കണ്ണിമ വെട്ടാതെ നോക്കിയിരിക്കുന്നത് കാണുന്ന അവൻ നൈസായിട്ട് അവളെ അടുത്ത് പോയിരുന്ന് കളിയാക്കുകയൊക്കെ ചെയ്യും. ഇഷ്ടമുണ്ടെങ്കിൽ അത് തുറന്ന് പറയണ്ടേ. എന്തായാലും ഓരോ ദിവസം പോകെ പോകെ ഇവർക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഇഷ്ടം കൂടി കൂടി വരുന്നുണ്ടെങ്കിലും നല്ലൊരു ഫോർമൽ ആ ഒരു സംസാരത്തിൽ നിന്ന് നല്ല ഇൻഫോർമൽ ആയ ഹാപ്പിനെസ് നിറഞ്ഞ രീതിയിൽ ഇവരുടെ കോൺവെർസേഷൻ മാറുന്നുണ്ടെങ്കിലും ഇഷ്ടം തുറന്ന് പറയുന്ന രീതിയിലേക്ക് പോകുന്നില്ല. അതിന്റെ ഇടയിൽ അവന്റെ കോംപ്ലിമെന്റ് കിട്ടാനായൊക്കെ സുന്ദരിയായി അണിഞ്ഞൊരുങ്ങാനായി എയ്മി എപ്പോഴും ശ്രമിക്കാറുണ്ട്. അതൊക്കെ കണ്ട് അവൾ അതിസുന്ദരിയാണെന്ന് ഉള്ളിൽ തോന്നിയാലും പക്ഷെ അങ്ങനെ അതങ്ങ് പറയില്ല. കാരണം അവൾ അതാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത് എന്നറിയാവുന്നതുകൊണ്ട് അവളെ ഒന്ന് പറ്റിക്കാനായി അവൻ മനഃപൂർവ്വം ഒന്നും കണ്ടില്ല കേട്ടില്ല എന്നുള്ള രീതിയിൽ അങ്ങ് പോകും. അങ്ങനെ ഇവരുടെ റിലേഷൻ രഹസ്യമായി ജോലി സ്ഥലത്ത് ഇവർ കൊണ്ടുപോവാണ്. ഇപ്പോൾ എയ്മിയുള്ള ഡിപ്പാർട്ട്മെന്റിലേക്ക് കൂടുതലായി മുറ വരാൻ തുടങ്ങി. അവൻ അവരുടെ ഹെഡാണ്. മുന്നേ അധികം അവൻ നേരിട്ട് ഈ ഡിപ്പാർട്ട്മെന്റിൽ ഇൻവോൾവ് ആയിട്ടുണ്ടായിരുന്നില്ലെങ്കിലും ഇപ്പോൾ കടന്നു വന്നവരൊന്ന് ചെയ്യിപ്പിക്കുകയൊക്കെയാണ്. അതും അവളെ കാണുക എന്ന ലക്ഷ്യത്തിലാണ് വരുന്നത്. ആ ഡിപ്പാർട്ട്മെന്റിലാകട്ടെ മാക്സ് എന്നൊരു പയ്യന് എയ്മിയോട് ഭയങ്കരമായ ഒരു ക്രഷ് ഉണ്ട്. അവൾ വിവാഹിതയാണെന്ന് ആ പയ്യന് അറിയില്ലല്ലോ. ഇത് മനസ്സിലാക്കുന്ന മുറ അവളോട് നീ ഇങ്ങനെ ജോലി സ്ഥലത്ത് ഇത്ര ക്യൂട്ടായിട്ടൊന്നും ഇരിക്കല്ലേ, അതുകൊണ്ടാ ഓരോരുത്തർക്ക് നിന്നോട് ഇൻട്രസ്റ്റ് തോന്നുന്നത് എന്ന് പറയുമ്പോൾ അവൻ ആകെ അസൂയ പിടിച്ചിട്ടുണ്ടായിരുന്നു. അവൻ തന്റെ കാര്യത്തിൽ പൊസസീവ് ആവുന്നു എന്ന് കാണുമ്പോൾ അവൾക്ക് നല്ല സന്തോഷം. അവൾ ആ കാര്യം പറഞ്ഞ് അവനെ കളിയാക്കി ഒടുക്കം അവളായി മുൻകൈയെടുത്ത് അവനോട് പ്രണയം തുറന്നു പറയുന്നു. ഇവർ വിവാഹിതരായെങ്കിലും ഒരു പ്രണയം തുറന്നു പറച്ചിലിന് ശേഷം മാത്രം ഒന്നിച്ചുള്ള ജീവിതം എന്ന തീരുമാനമാണല്ലോ. അങ്ങനെ അവൾ പ്രണയം തുറന്നു പറഞ്ഞതോടുകൂടി അവനും അവളെ വിവാഹ സമയം ആദ്യമായി കണ്ടുമുട്ടിയപ്പോഴേ അവൾ തന്റെ മനസ്സിൽ പതിഞ്ഞു എന്ന് തുറന്നു പറയാണ്. അങ്ങനെ അവർ വളരെ റൊമാൻറ്റിക് ആയി ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ അപ്പോഴും ഈ ഒരു റിലേഷൻ ഇപ്പൊ ഓഫീസിൽ പബ്ലിക് ആക്കണ്ട എന്ന തീരുമാനത്തിൽ തന്നെയാണ് മുറ. താൻ പെട്ടെന്ന് വിവാഹം കഴിക്കാനൊക്കെ താല്പര്യപ്പെട്ടത് തന്റെ പ്രണയ നൈരാശ്യം മാറാനായിട്ടാണെന്ന് അവൾ അവനോട് തുറന്നു പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് ഇവൻ പെട്ടെന്ന് വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചത് എന്നത് ഇപ്പോഴും അവൾക്കറിയില്ല. അതിനെപ്പറ്റി ചോദിച്ചാൽ അവൻ എന്തെങ്കിലും വിചാരിച്ചാലോ എന്ന് കരുതി അവൾ ചോദിക്കാനും ധൈര്യപ്പെടുന്നില്ല. അങ്ങനെ ഇവർ പരസ്പരം പ്രണയം തുറന്നു പറഞ്ഞതുകൊണ്ട് തന്നെ താമസം പോലും 2 മുറികളിൽ നിന്ന് ഒരു മുറിയിലേക്ക് മാറ്റുന്നുണ്ട്. ആ ഒരു സമയം പോലും റിലേഷൻ ഓഫീസിൽ അറിയരുത് എന്നവന് നല്ല നിർബന്ധമുണ്ട്. അത് മനസ്സിലാക്കുന്ന എയ്മി പക്ഷെ അവളുടെ ഒരു കൊതി കൊണ്ട് വാൾപേപ്പർ ഒക്കെ ഇവരുടെ മാരേജ് ഫോട്ടോ ആയിരുന്നു ഇട്ടിരുന്നത് ഫോണിൽ. അത് കാണുന്നവൻ എത്രയും പെട്ടെന്ന് അത് മാറ്റണം എന്നൊക്കെ അവളോട് കട്ടായം പറയുന്നു. പക്ഷെ ഓഫീസിൽ തന്റെ സബോർഡിനേറ്റ്സിനൊക്കെ എന്തെങ്കിലും സ്പെഷ്യൽ ട്രീറ്റ് നൽകുന്ന സമയം അതിലും സ്പെഷ്യൽ ട്രീറ്റ് അവർ കാണാതെ എയ്മിക്ക് നൽകാനായി മുറ ശ്രമിക്കുന്നത് മാക്സ് കാണുന്നുണ്ട്. മാക്സിന് അത് തീരെ ഇഷ്ടപ്പെടുന്നില്ല. അവൻ അതൊക്കെ എടങ്കോലിടാനും നോക്കുന്നു. അതിന്റെ ഭാഗമായി അവൻ അവളെ ഒരു കഫേയിലേക്ക് ജോലി കഴിഞ്ഞ് ക്ഷണിക്കുമ്പോൾ ആ ക്ഷണം എയ്മി നിരസിക്കുന്നത് മുറ കേൾക്കുന്നു. പക്ഷേ അന്ന് വൈകിട്ടാകട്ടെ താൻ ഇതുപോലെ കഫേയിലാണെന്നും പറഞ്ഞ് അവള് മെസ്സേജ് അയക്കുമ്പോൾ അവൾ അപ്പോൾ അവന്റെ കൂടെ കഫേയിൽ പോയി അല്ലേന്ന് ആകെ അസൂയ പിടിച്ച മുറ അങ്ങോട്ടേക്ക് ചെല്ലുമ്പോഴേക്കും അവൾ കഫേയിൽ ഒറ്റയ്ക്കിരിക്കുന്നതാണ് കാണുന്നത്. അവൾ തന്നെ പൊസസീവ് ആക്കാനായി പറഞ്ഞതാണെന്ന് മനസ്സിലാക്കുന്ന അവൻ നേരെ തിരിച്ചു പോകുന്നു. വീട്ടിലെത്തിയ ശേഷം അവൾക്ക് വേഗം വാ ഞാൻ കാത്തിരിക്കുകയാണെന്ന് മെസ്സേജ് അയക്കുമ്പോൾ അവൾ ഇവന്റെ അസൂയ പിടിച്ച മുഖം കാണാന്നുള്ള കണക്കുകൂട്ടലിലാണ് ചെല്ലുന്നത്. പക്ഷേ അവിടെ എത്തുന്ന അവളെ അമ്പരപ്പിച്ചുകൊണ്ട് വളരെ കൂളായി അവൻ അവളെ പ്രപ്പോസ് ചെയ്യുന്നു. ഇവൻ പൊസസീവ് ആവുന്നത് പ്രതീക്ഷയെങ്കിലും അത് കാണാത്തതിന്റെ സങ്കടം ഒന്നുമില്ലാതെ ആ ഒരു പ്രപ്പോസൽ ആക്സെപ്റ്റ് ചെയ്യുന്നു. അങ്ങനെ അടുത്ത ദിവസം അവൻ അണിയിച്ചു കൊടുത്ത മോതിരവുമായി ഭയങ്കര ഹാപ്പി ആയിട്ടാണ് അവൾ ഓഫീസിലേക്ക് പോകുന്നത്. അവിടെ വെച്ചും ഒരു ഗ്യാപ്പ് കിട്ടുമ്പോൾ അവനോട് അവൾ പഞ്ചാര അടിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ആ മോതിരത്തെ പറ്റിയൊക്കെ കാണിച്ച് അവൾ വളരെ സന്തോഷത്തോടെ വരുന്നു പറയുന്നുണ്ട്. അപ്പോഴേക്കും 2 കോവർക്കേഴ്സ് അവിടേക്ക് വരികയും അവരെ കണ്ടപാടെ മുറ കാല് മാറുകയും ചെയ്യുന്നു. എയ്മി തന്നെ പ്രപ്പോസ് ചെയ്തതാ, തനിക്ക് ഇവളുമായി യാതൊരു ബന്ധമില്ല, താൻ അപ്പോഴേ അത് റിജക്ട് ചെയ്തു എന്ന് പറഞ്ഞ് അവൻ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് മുങ്ങുമ്പോൾ ഇവൻ എന്താ ഇങ്ങനെ പറഞ്ഞെന്നുള്ള മട്ടില് എയ്മി ആകെ ഞെട്ടി നിൽക്കുന്നു. ഇവൻ ഈ റിലേഷൻ പബ്ലിക് ആക്കിയാൽ എന്താ ഇങ്ങനെ പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ എന്നതാണ് അവളുടെ ഞെട്ടല്. ഇവിടെ നടന്ന കാര്യങ്ങളാകട്ടെ മാക്സും കാണുന്നുണ്ടായിരുന്നു. എന്തായാലും അവൾ ആ കലിപ്പിലാണെന്ന് വീട്ടിലേക്ക് എത്തുന്നത്. അത് മനസ്സിലാക്കുന്ന മുറ വേറെ വഴിയൊന്നും ഇല്ലായിരുന്നു, ഞാൻ അപ്പോ അങ്ങനെ റിയാക്ട് ചെയ്തുകൊണ്ടാ നമുക്കിടയിലെ കാര്യങ്ങൾ ആരും അറിയാതെ രക്ഷപ്പെട്ടത് എന്നെല്ലാം പറയുന്നു. എന്തായാലും അധികം നേരം അവനോട് പിണങ്ങിയിരിക്കാൻ കഴിയാതെ അവളും കൂട്ടുകൂടുന്നു. അടുത്ത ദിവസം അവളാട്ടെ അവൾ മുന്നേ വിവാഹത്തിനൊക്കെ മുന്നേ താമസിച്ചിരുന്ന ആ ഒരു പഴയ അപ്പാർട്ട്മെന്റിലേക്ക് ചെല്ലുന്നു. അതിപ്പോ അവൾക്ക് യൂസ് ഇല്ല. അവളിപ്പോ മുറയുടെ കൂടെ അവന്റെ പുതിയ വീട്ടിലല്ലേ താമസിക്കുന്നത്. അതുകൊണ്ട് അത് വിൽപ്പനയ്ക്ക് വെക്കാമെന്ന് കരുതി അതിന്റെ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്ന അവൾ അതിന്റെ ഒപ്പം തന്നെ അവളുടെ ഇപ്പോഴത്തെ അഡ്രസ്സും ചേർത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ അഡ്രസ്സ് എന്ന് വെച്ചാൽ മുറയുടെ വീടിന്റെ അഡ്രസ്സ്. അത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തത് കാണുന്ന അവൻ ആകെ ടെൻഷൻ ആവുന്നു. അവൻ നേരെ അവളുടെ അടുത്തേക്ക് എത്തി ഇതിപ്പോ പോസ്റ്റ് ചെയ്യേണ്ടായിരുന്നു, ഇത് കണ്ട ആളുകൾക്ക് മനസ്സിലാവില്ലേ എന്നൊക്കെ ചോദിക്കുന്നു. ഓ ഞാനത് ഓർത്തില്ല എന്ന് പറഞ്ഞ് അവന് വേണ്ടി അവളത് അപ്പൊ തന്നെ ഡിലീറ്റ് അടിക്കുന്നു. അപ്പോഴും ഇവൻ എന്ത് ഇത് പബ്ലിക് ആക്കാതെ എന്നിങ്ങനെ അവൾ ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കെ സാധാരണ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ തന്നെ ഇവർക്കിടയിലെ ഫിനാൻഷ്യൽ കാര്യങ്ങളും അവർ കൈമാറുന്നു. രണ്ടുപേരും ഒന്നിച്ചിനി എന്തെങ്കിലും അവരുടെ സേവിങ്സ് കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെ പറ്റിയോ വാങ്ങുന്നതിനെ പറ്റിയോ തീരുമാനം എടുക്കാവുള്ളൂ എന്നൊരു ധാരണയും അവർക്കിടെ വരുന്നു. അത് അവരുടെ സ്ട്രോങ് ബോണ്ടിങ്ങിനാണ് സൂചിപ്പിക്കുന്നത്. പക്ഷെ അപ്പോഴും
മുറ താല്പര്യപ്പെടുന്നില്ല. പക്ഷെ ഒരു ദിവസം അതിനെപ്പറ്റി ഇത്രയും നാൾ മനസ്സിൽ അടക്കി പിടിച്ചിരുന്ന ഒരു സംശയം തുറന്നു ചോദിക്കുകയാണ് എമി. ആ ഒരു ടൈം അവനും ആ സത്യം തുറന്നു പറയുന്നു. തന്റെ അമ്മയ്ക്ക് വേണ്ടിയാണ് അവൻ പെട്ടെന്നൊരു വിവാഹത്തിലേക്ക് കടന്നതെന്ന്. രോഗബാധിതയായിരുന്ന മുറയുടെ അമ്മ മരണപ്പെട്ടാൽ ഇവൻ ഒറ്റയ്ക്കാകുമല്ലോ എന്ന പേടികൊണ്ട് ഇവനെ വിവാഹം കഴിക്കാനായി നിർബന്ധിച്ചിരുന്നുവെന്നും കൂടാതെ ഒരുപക്ഷെ ഒരു പെൺകുട്ടി ഈ കുടുംബത്തിലേക്ക് വന്നാൽ അമ്മയുടെ തലവര തന്നെ മാറി അമ്മ എത്രയും പെട്ടെന്ന് റിക്കവർ ആകുമെന്നും അമ്മ വിശ്വസിച്ചിരുന്നുവെന്നും അവൻ പറയുന്നു. പക്ഷെ അങ്ങനെ പെട്ടെന്ന് അമ്മ പറഞ്ഞ പോലെ എടുപിടിന്ന് കല്യാണം കഴിക്കാൻ അവനൊരു ഗേൾ ഫ്രണ്ട് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് താൻ ഡേറ്റിംഗ് ആപ്പ് തിരഞ്ഞെടുത്തതെന്നും തന്റെ ആവശ്യം അമ്മയ്ക്ക് വേണ്ടി പെട്ടെന്ന് ഒരു കല്യാണം മാത്രമായിരുന്നു. അതുകൊണ്ടാണ് അത്തരത്തിൽ ഒരു പ്രൊഫൈൽ താൻ ക്രിയേറ്റ് ചെയ്തതെന്നും അവൻ പറയുന്നു. പക്ഷെ അതുവഴി തനിക്ക് കിട്ടിയ എമി തന്റെ ലൈഫിന്റെ ഏറ്റവും നല്ല ഒരു സമ്മാനമാണെന്നും അവളാണ് തനിക്കിപ്പോൾ എല്ലാം എന്നും പറഞ്ഞ് അവൻ അവളെ കിസ് ചെയ്യുന്നു. അതിന്റെ ഇടയിൽ എപ്പോഴൊക്കെയോ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നത് കണ്ട് അവൻ അവളെ ആശ്വസിപ്പിച്ചു. അങ്ങനെയൊക്കെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിലും ഓഫീസിൽ റിലേഷൻ റിവീൽ ചെയ്യാത്തതിന് ഒപ്പം തന്നെ എപ്പോഴും എമിയെ അവളുടെ സെക്കൻഡ് നെയിം വെച്ചാണ് വീട്ടിലാണെങ്കിലും മുറ സംബോധന ചെയ്യാറുള്ളത്. ഓരോ നാട്ടിലും ഓരോ കൾച്ചർ ഉണ്ടല്ലോ. നമ്മൾ ഇവിടെ ബഹുമാനപൂർവ്വം ഓരോരുത്തരെ സംബോധന ചെയ്യുമ്പോൾ ഓരോ കാര്യങ്ങൾ ഉപയോഗിക്കാറില്ല. അതേപോലെ അവരുടെ നാട്ടില് സെക്കൻഡ് നെയിം ചൊല്ലി വിളിക്കുന്നത് ബഹുമാനത്തിന്റെ ഒരു രീതിയായിട്ടാണ് കണക്ക് കൂട്ടുന്നത്. ഫസ്റ്റ് നെയിം ചൊല്ലി വിളിക്കുന്നതാണ് അടുപ്പമുള്ളവരെ സംബോധന ചെയ്യുന്ന രീതി. തന്നെ ഫസ്റ്റ് നെയിം ചൊല്ലി വിളിക്കാത്തതിന്റെ പേരിൽ അവൾ ചിണുങ്ങുമ്പോൾ അത് പിന്നെ എപ്പോഴും അങ്ങനെ വിളിച്ച് ശീലിച്ചാൽ ഓഫീസിൽ വെച്ചും അറിയാതെ അത് വായിൽ വരും. അപ്പോൾ ആളുകൾക്ക് ഡൗട്ട് തോന്നും എന്നതായിരുന്നു മുറ പറഞ്ഞ ന്യായീകരണം. അവളും ശരി ഓക്കെ എന്ന് പറഞ്ഞതങ്ങ് വിടുന്നു. പക്ഷെ അങ്ങനെ ഇരിക്കുകയാണ് ഒരു പുതിയ പെൺകുട്ടി ഇവരുടെ ഓഫീസിലേക്ക് ജോയിൻ ചെയ്യുന്നത്. ആ പെൺകുട്ടിയുമായി അവളുടെ അതേ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന എമി പെട്ടെന്ന് തന്നെ സുഹൃത്താവുന്നു. അവളുടെ പേര് സുമി എന്നാണ്. സുമി അവിടെ കണ്ട് സുമിയുടെ കൂടി ബോസായ മുറയാകട്ടെ പെട്ടെന്ന് തന്നെ അവളെ സെക്കൻഡ് നെയിം സംബോധന ചെയ്ത് സംസാരിക്കുമ്പോൾ അത് കേട്ട് എമി ഞെട്ടുന്നു. അത്രയേറെ അടുപ്പമുള്ളവരെയാണ് സെക്കൻഡ് നെയിമിൽ സംബോധന ചെയ്യുന്നത്. വൈഫായ തന്നെ പോലും ഇവൻ അങ്ങനെ വിളിക്കില്ലല്ലോ എന്ന് അവൾ ഞെട്ടി നിൽക്കുമ്പോഴാണ് സുമി മുറയുടെ എക്സ് ഗേൾ ഫ്രണ്ട് ആണെന്ന കാര്യം അവൾക്ക് മനസ്സിലാവുന്നത്. അവൾക്കത് വലിയ ഷോക്കായിരുന്നു. അത് മനസ്സിലാക്കുന്ന മുറ വീട്ടിലെത്തിയ ശേഷം അവളെ സമാധാനിപ്പിക്കുന്നുണ്ട്. ഞങ്ങൾ തമ്മിൽ ഇപ്പോൾ അങ്ങനെ ഒരു റിലേഷനും ഇല്ല, അത് പണ്ടത്തെ കാര്യമാണ്, നീ വെറുതെ അത് മനസ്സിൽ വെച്ച് തെറ്റിദ്ധരിക്കരുത് എന്നല്ല. പക്ഷേ നിങ്ങളുടെ എക്സ് ഒരു പ്രശ്നമേ അല്ലെന്നും ഞാനിപ്പോ മുഖം വീർപ്പിച്ചിരിക്കുന്നതിന്റെ കാര്യം മറ്റൊന്നാണെന്നും പറഞ്ഞു അവൾ വീട്ടിൽ വെച്ച് അവൻ സമാധാനിപ്പിക്കാൻ നോക്കുമ്പോൾ ചിണുങ്ങിയിരിക്കുന്നത് കാണുന്ന അവന് ഇവളെ താൻ ഫസ്റ്റ് നെയിം ചൊല്ലി വിളിക്കാത്തതും അവളെ ഫസ്റ്റ് നെയിം ചൊല്ലി വിളിച്ചതുമാണ് പ്രശ്നമെന്ന് മനസ്സിലാവുന്നു. അവളുടെ പിണക്കം മാറിയതേയില്ല. അവളാകെ അടുത്ത ദിവസവും മൂഡ് ഓഫ് ആയിട്ടാണ് ഓഫീസിലേക്ക് പുറപ്പെടുന്നത്. അങ്ങനെ ഓഫീസിലെത്തുന്ന അവൾ സുമിയെ കണ്ട് സംസാരിക്കുമ്പോൾ സുമി മുറയെ പറ്റി ഒരു ടോക്ക് എടുത്തിരുന്നു. മുറയെ താൻ ഡേറ്റ് ചെയ്തപ്പോ അവൻ വിവാഹത്തിന് ചേർന്ന ഒരാളെ അല്ല, അവനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പാടാണെന്ന് മനസ്സിലായതുകൊണ്ടാണ് ഞാൻ തടിയൂരി പോന്നില്ല സുമി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങോട്ടേക്ക് എത്തുന്ന മുറ കേൾക്കുന്നു. അത് കേട്ട് ദേഷ്യം വരുന്ന മുറ ഇവിളി തന്റെ കുറ്റം പറഞ്ഞു കൊടുത്ത എയിമി തന്റെ വൈഫാണെന്ന് അവിടെ വെച്ച് പ്രഖ്യാപിക്കുന്നു. സുമിയോട് മാത്രമല്ല അവിടെ ഉണ്ടായിരുന്ന എല്ലാ എംപ്ലോയീസിനോടുമാണ് അവൻ ആ തുറന്നു പറച്ചിൽ നടത്തുന്നത്. പെട്ടെന്നുണ്ടായ ഈ പ്രഖ്യാപനം കേട്ടിരുന്നവരെ പോലെ തന്നെ എയിമിയെ ഞെട്ടിക്കുന്നുണ്ട്. പക്ഷെ അവൾ അത് കേൾക്കാൻ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമായതുകൊണ്ട് വളരെ ഹാപ്പി ആകുന്നുമുണ്ട്. ഒരിക്കലും ഇവൾ തന്റെ അതേ കമ്പനിയിൽ എംപ്ലോയി ആണെന്ന് അറിയാതെയാണല്ലോ വിവാഹത്തിലേക്ക് അവൻ വന്നത്. എന്തായാലും അങ്ങനെ ആണെന്ന് അറിഞ്ഞ സ്ഥിതിക്ക് പെട്ടെന്ന് ഇവരുടെ റിലേഷൻ റിവീൽ ചെയ്താൽ എങ്ങനെയായിരിക്കും സഹപ്രവർത്തകരുടെ പ്രതികരണം, ഇവളെ പെട്ടെന്ന് എല്ലാവരും ശ്രദ്ധിക്കാൻ തുടങ്ങുമോ എന്ന ചിന്തകളൊക്കെ കൊണ്ടാണ് താൻ ഇത്രയും നാളത് തടഞ്ഞത്, റിവീൽ ചെയ്യാതിരുന്നത് എന്നെല്ലാം പറയുന്നവൻ അവൾ ഇത്രയും സന്തോഷത്തിലാകുമെന്ന് തനിക്ക് മുന്നേ ഒരു ധാരണ ഉണ്ടായിരുന്നെങ്കിൽ താൻ തീർച്ചയായും മുന്നേ തന്നെ റിവീൽ ചെയ്യുമായിരുന്നു എന്ന് പറയുന്നു. എന്തായാലും ഈ ഒരു റിലേഷൻ റിവീൽ ചെയ്തതിന് ഇരട്ടി മധുരം എന്ന പോലെ മറ്റൊരു കാര്യം കൂടി അവൾക്ക് അന്ന് സംഭവിക്കുന്നു. അവളുടെ ബർത്ത്ഡേ ആണ് അന്ന് എന്ന് മനസ്സിലാക്കുന്ന മുറ അവൾക്കൊരു സർപ്രൈസ് പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പൊതുവെ ഇങ്ങനെ പാർട്ടി ഒന്നും അറേഞ്ച് ചെയ്ത് ശീലമില്ലാത്ത അവൻ അവൾക്ക് വേണ്ടി ഇതൊക്കെ ചെയ്യുന്നത് കണ്ട് അവൾ വളരെ ഹാപ്പി ആവുന്നു. കൂടാതെ ഒന്നിച്ചുള്ള ഫോട്ടോസും അന്ന് അവർ ക്ലിക്ക് ചെയ്യുന്നു. തുടർന്ന് ഇപ്പോ റിലേഷനും പബ്ലിക്കാക്കി ശരിക്കും ഒരു ഭാര്യ ഭർത്താക്കന്മാരായ ജീവിതം മുന്നോട്ട് പോകുന്ന സമയത്ത് എല്ലാം തികഞ്ഞു. ഇനിയിപ്പോ ഒന്നുമില്ല, ഒന്നും പേടിക്കാനോ മറക്കാനോ ഇല്ലാത്തത് കൊണ്ട് തങ്ങൾക്കിടയിൽ മൂന്നാമതൊരാളും കൂടി വേണം, നമുക്കൊരു കുഞ്ഞ് വേണം എന്ന ആ ഒരു ചിന്തകളൊക്കെ എമ്മയ്ക്ക് വന്നു തുടങ്ങുന്നുണ്ട്. പക്ഷേ അത് മനസ്സിലാക്കുന്ന മുറ ഇപ്പൊ കുഞ്ഞുങ്ങൾ വേണ്ട എന്നത് തീർത്തു പറയുമ്പോൾ അവൾക്കത് വല്ലാത്ത ആശങ്കയുണ്ടാക്കുന്നു. ഇവൻ എന്താ ഇങ്ങനെ ഇരിക്കുമ്പോ ഓരോ കണ്ടീഷൻസ് വെക്കുന്നത്, റിലേഷൻ റിവീൽ ചെയ്യാൻ പാടില്ല, കല്യാണം രഹസ്യമായിരിക്കണം, ഇപ്പത്തെ കുഞ്ഞുങ്ങളും വേണ്ടാന്ന്. പക്ഷെ അവൾ അതിനെ ചോദ്യം ചെയ്യാനിരിക്കുന്നില്ല. കുഞ്ഞുങ്ങളെ പറ്റിയുള്ള കാര്യത്തിൽ അവളുടെ ഉള്ളിൽ വല്ലാത്ത ആശങ്ക നിറയുന്നു. ലൈഫിലെ കുഞ്ഞുങ്ങളെ വേണ്ട, കുഞ്ഞുങ്ങളെ അവൻ ഇഷ്ടമല്ല എന്ന കാര്യങ്ങൾ കൊണ്ടാണോ അവൻ ഇങ്ങനെ പറയുന്നത് എന്ന പേടി കാരണം അവൾ കുറെ നാൾ ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. പക്ഷെ പിന്നീട് ഇത് അവനോട് തുറന്നു പറയാനായി തീരുമാനിച്ച് അവൾ അതിനെപ്പറ്റി ചോദിക്കുമ്പോൾ കുഞ്ഞുങ്ങളെ വേണ്ട എന്നല്ല താൻ പറഞ്ഞതെന്നും തൽക്കാലത്തേക്ക് വേണ്ട എന്നാണെന്നും ഇവർ കരിയറിൽ കുറച്ചുകൂടെ നല്ല പൊസിഷനിൽ എത്തിയിട്ട് കുഞ്ഞിനെ നന്നായി നോക്കാനുള്ള ആ ഒരു നിലയിൽ എത്തിയിട്ട് കുഞ്ഞു മതി എന്നത് മാത്രമാണ് താൻ ഉദ്ദേശിച്ചതെന്നും അവൻ ക്ലാരിഫൈ ചെയ്യുമ്പോൾ അത് കേൾക്കുന്നവൾക്ക് ഒരുപാട് സന്തോഷമാവുന്നു. അങ്ങനെ മുറ എമ്മിയും കുട്ടി അവന്റെ അമ്മയെ കാണാനായി പോകുന്നു. ആക്ച്വലി അമ്മ ഇപ്പോൾ ഹെൽത്തി ആയിട്ടുണ്ട്. പക്ഷേ അവൻ ഇങ്ങനെ വിവാഹം കഴിച്ചു, അവനൊരു മാരീഡ് ലൈഫിലേക്ക് കടന്നു എന്നൊക്കെ പറഞ്ഞ് അമ്മയെ ആശങ്കയിൽ നിന്ന് മാറ്റിയിരുന്നെങ്കിലും അവന്റെ ഭാര്യയെ കൊണ്ടെന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇന്നാണ് എമി ആദ്യമായി അമ്മ എമിയെയും കാണുന്നത്. അവളെ കാണുമ്പോൾ അമ്മയ്ക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്നു. തന്റെ നിർബന്ധത്തിന് വഴങ്ങി ഇവൻ പെട്ടെന്ന് ഒരു വിവാഹം കഴിച്ചെന്ന് അറിഞ്ഞപ്പോൾ അതിന് ഇവന് താല്പര്യമില്ലാത്ത ഒരു ബന്ധമായിരിക്കുമെന്ന് ആകെ ഞാൻ പേടിച്ചിരുന്നു എന്നെല്ലാം അമ്മ പറയുമ്പോൾ ആക്ച്വലി ഞങ്ങൾ വിവാഹം കഴിച്ചപ്പോൾ പരസ്പരം ഒന്നും അറിയാതെ ഇടുപിടിയെന്നുള്ള ഒരു റിലേഷൻ ആയിരുന്നു അതെങ്കിലും അങ്ങനെയല്ലെന്നും തങ്ങളിപ്പോ പരസ്പരം ഒരുപാട് ഇഷ്ടപ്പെട്ട് അറിഞ്ഞാണ് ജീവിക്കുന്നതെന്നും അവൻ പറയുമ്പോൾ അത് കേൾക്കുന്ന അമ്മ ഒരുപാട് ഹാപ്പി ആവുന്നു. അങ്ങനെ എന്തായാലും അമ്മയെ കാണാൻ നാട്ടിലെത്തിയ അവർ മുറയുടെ ആ ഒരു
ഹോം ടൗണിൽ ഒരുപാട് സമയം ഒന്നിച്ച് സ്പെൻഡ് ചെയ്യുന്നു. ജീവിതകാലം മുഴുവൻ ഓർത്തു വെക്കാൻ തക്ക ഒരുപാട് മെമ്മറീസ് അവർക്ക് അവിടെ ഉണ്ടാവുന്നു. അങ്ങനെ തിരിച്ചെത്തുന്ന സമയം ഒരു ക്രിസ്മസ് രാത്രി വളരെ സർപ്രൈസ് ആയി അവന് വേണ്ടി ക്രിസ്മസ് സ്പെഷ്യൽ ഡെക്കറേഷൻസും മീൽസും അവൾ പ്രിപ്പയർ ചെയ്ത് വെക്കുമ്പോൾ അവൻ അവൾക്ക് മറ്റൊരു സർപ്രൈസ് നൽകുന്നു. അവൻ ആദ്യം അവൾക്ക് അണിയിച്ചു കൊടുത്ത റിംഗ് അവളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട കാര്യം മനസ്സിലാക്കുന്ന അവൻ ഒരു റിംഗ് അവൾക്ക് അണിയിച്ചു കൊടുക്കുന്നതിനോടൊപ്പം തന്നെ യഥാർത്ഥത്തിൽ ഇവരുടെ മാരേജ് ചടങ്ങിന് വേണ്ടിയുള്ള അറേഞ്ച്മെന്റ്സും ചെയ്തു എന്ന് അറിയിക്കുന്നു. അങ്ങനെ ഇപ്പൊ പരസ്പരം ഇഷ്ടപ്പെട്ട് ഒന്നിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഇവർ മറ്റൊരു വിവാഹത്തിലൂടെ ഒന്നുകൂടെ ഒന്നാവുന്നു. മുന്നേ നടന്നത് ഒരു ഫോർമൽ വെഡിങ് ആയിരുന്നു. ഉള്ളിൽ ഇഷ്ടമൊന്നുമില്ലാതെ രണ്ട് സ്ട്രേഞ്ചേഴ്സ് തമ്മിലുള്ള വിവാഹം. ഇത്തവണത്തെ ഇവരുടെ വിവാഹത്തിന് ഇവരുടെ കോവർക്കേഴ്സിനെയും ഒക്കെ ക്ഷണിക്കുന്നുണ്ട്. അങ്ങനെ ആളുകളെ സാക്ഷിയാക്കി വളരെ ഗ്രാൻഡായി 4 ആൾ അറിഞ്ഞു തന്നെ വിവാഹിതരാകുന്ന അവർ അങ്ങനെ ഹാപ്പിയായി മുന്നോട്ടുള്ള ജീവിതം ഒന്നിച്ച് ജീവിക്കാൻ പോകുന്നത് കാണിച്ചുകൊണ്ട് ഈ ഒരു കഥ ഇവിടെ അവസാനിക്കുകയാണ്. ശരിക്കും ഒന്നും അറിയാതെ ഒരു വിവാഹത്തിലൂടെ ഒന്നു ചേർന്നാൽ പോലും നമുക്ക് കിട്ടുന്ന പാർട്ട്ണറും നമ്മളും ആ ഒരു റിലേഷനെ സത്യസന്ധമായി കണ്ടാൽ പിന്നീട് നല്ലൊരു ലൈഫ് തന്നെ ആയിരിക്കും ഉണ്ടാവുക. ഉള്ളിലെ പ്രണയം അത് വിവാഹത്തിന് മുന്നേ ആണെങ്കിലും ശേഷമാണെങ്കിലും സത്യസന്ധമായി ഇരുന്നാൽ മതി എന്ന ഒരു ഒറ്റ കണ്ടീഷൻ മതി വിവാഹ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ. അങ്ങനെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. വീണ്ടും കാണും വരെ ബൈ.